ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും സന്തോഷമുണ്ടോ? വീണ്ടും ഇവൻ വന്നോന്നാണോ ചിന്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കിന്ന് ആവശ്യമുള്ളത് ഓൾറെഡി കിട്ടി. കർത്താവേ സ്തോത്രം. യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതിൽ കൂടുതൽ വലിയ മെസ്സേജൊന്നും ഇല്ല. ഓക്കെ, എങ്കിലും ദൈവാത്മാവ്, ഞാൻ കഴിഞ്ഞ പാസ്റ്ററിനോട് ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു പറഞ്ഞേ, അന്ന് മുതൽ ചിന്തിക്കുന്ന ഭാഗങ്ങളൊക്കെയുണ്ട്. ഇത് തന്നെ പറയണോ എന്നൊക്കെയുള്ളത്. പക്ഷേ വ്യാഴാഴ്ച മുതൽ ദൈവാത്മാവ് ഇതൊരു കൺഫർമേഷനാണ്. ഇന്ന് രാവിലെ ഇരുന്ന് നമ്മൾ പാടിയൊരു പാട്ടുണ്ടല്ലോ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. അത് ഹൃദയത്തിൽ നിന്നാണോ നമ്മൾ പാടിയത്, അതോ ഒരു മ്യൂസിക്കിൻ്റെ പച്ചയിലങ്ങ് പാടിയോ? നിന്നോടൻ ദൈവമേ പാടാൻ ഹൃദയം, വായി കൊണ്ട് പാടാൻ ഇച്ചിരി ഈസിയാണ്, പക്ഷെ ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റും. നിന്നോടൻ ദൈവമേ, അതെങ്ങനെയാണ് അത് പാടാൻ പറ്റുന്നേ? എല്ലാം വിട്ടിട്ട്, അതൊരു നിത്യതയുടെ ദർശനവും ഉണ്ടല്ലേ. ഇവിടെ എല്ലാം വിട്ടിട്ട് നമ്മൾ നിത്യതയിൽ ചേരുന്ന ഒരു പാട്ടാണ്. അതിനപ്പുറത്ത് ഭൂമിയിലായിരിക്കുമ്പോൾ നിന്നോട് ചേർന്ന് നടക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമുക്കത് ചിന്തിക്കാം. അത് വചനത്തിലൂടെ ദൈവാത്മാവ് ഇന്ന് ഉറപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു, വളരെ ശാന്തമായിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. 6-ാം അധ്യായം മുഴുവനായിട്ടൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വലിയൊരു അധ്യായമാണ്. പക്ഷേ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ദൈവാത്മാവ് ഓർപ്പിച്ചൊരു ചിന്ത, 2-3 കുറേ ചിന്തകൾ നമുക്കൊന്നിച്ച് ചിന്തിക്കാം. അപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ ഇവിടെ ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോടല്ല, എന്നോടും കൂടെ ദൈവാത്മാവ് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ 6-ാം അധ്യായം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹാ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരത്തിന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ബാക്കി നമുക്ക് പിന്നീട് പുറകെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വാക്യം എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അല്ലേ? 5 അപ്പം കൊണ്ട് അല്ലേ പിള്ളേർ, നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, സ്തോത്രം. ഇതൊരു അടയാളമായിട്ടാണ് കർത്താവ് ചെയ്തത് അല്ലേ? അപ്പോൾ യേശു കർത്താവ് ശുശ്രൂഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. വലിയൊരു കൂട്ടം യേശു കർത്താവിനെ ഫോളോ ചെയ്തു വരുന്നു. അവൻ യേശു കർത്താവ് കാണുന്ന ആ ഒരു പുരുഷാരത്തെ കണ്ടപ്പം കർത്താവിന് അവരുടെ ആവശ്യം മനസ്സിലായി. അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം അല്ലേ? അപ്പം എന്നിട്ട് യേശു പുരുഷാരം അതിൻ്റെ 5-ാമത്തെ വാക്യം, യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് അവരുടെ ആവശ്യം മനസ്സിലായി. അവർക്ക് അപ്പത്തിൻ്റെ വളരെ പുരുഷാരം വരുന്നു. അവർ വിശന്നിരിക്കുകയാണ്. അവർക്ക് അവരുടെ നീഡ് എന്തെന്ന് കർത്താവ് അറിഞ്ഞു. എന്നിട്ട് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യമായിരുന്നു എന്നെ തൊട്ടത്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഇത് തൊട്ടത് കൊണ്ടാണ് ഞാൻ താഴോട്ട് വായിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വായിച്ച, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ അത്രേ ദൈവം ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് അറിയായിരുന്നു എന്താ ചെയ്യാൻ പോകുന്നത്. താൻ ഒരു വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുകയെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. അതേ ഒരു എക്സ്പ്രഷൻ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 13-ന്റെ 6. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്തെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ആ വാക്യം രണ്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരിടത്ത് പത്രോസിനോട് പറയുക, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നീ അറിയുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? യേശു കർത്താവിനെ അറിയാമായിരുന്നു താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ദൈവമക്കളെ, ഇതാദ്യത്തെ ദൂത്. പ്രൈസ് ദി ലോർഡ്. വളരെ ശാന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന രോഗം, ദുഃഖങ്ങൾ, ഇതൊക്കെ വരുമ്പം കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, നീ അറിയുന്നില്ല ഇന്ന് എന്താ ഞാൻ ചെയ്യുന്നതെന്ന്. പക്ഷേ എനിക്കറിയാം.
പക്ഷെ രോഗത്തിനപ്പുറത്തോട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൺപ്ലാൻഡ്, ഞാൻ സ്വർഗത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ എൻ്റെ ഇമാജിനറി പോലും ഇല്ലായിരുന്നു. കർത്താവ് എന്നോട് ഇടപെട്ട വചന. ഞാൻ ഈ രോഗവും അത് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാത്ത പലതും ദൈവത്തിൻ്റെ പ്ലാനിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുമ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നേ? പത്രോസിൻ്റെ, ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ, ഇന്ന് നമ്മൾ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത് വന്ന് യേശുപ്പച്ചൻ പത്രോസിൻ്റെ അടുത്ത് വന്ന് കർത്താവ് കാല് കഴുകുക. കൂടുതൽ യേശുപ്പച്ചൻ അടുത്തിരുന്നിട്ട് നമ്മളോട് പറയുന്ന ഒറ്റ വാചകമേ ഉള്ളൂ: ഇന്ന് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നീ അറിയുന്നില്ല, പക്ഷേ എനിക്കറിയാം. ആ ഒരു അഷുറൻസ് നിങ്ങൾക്കുണ്ട്. ആ വാക്കിനെ മാത്രം ഒന്ന് പറയുക. പ്രസൻറ്റ് ഈ ദൈവമക്കളെ ഇന്ന് അതിനകത്ത് നമ്മൾ ഉറയ്ക്കണം. എല്ലാവരോടും നമ്മളോടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് എൻ്റെ യേശുപ്പച്ചന് അറിയാം, പക്ഷെ ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇനിയും മുമ്പോട്ട് വരുമ്പോൾ കർത്താവ് അതൊക്കെ വെളിപ്പെടുത്തി തരും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഞാൻ ആദ്യമേ തന്നെ പറയാം, ആരെങ്കിലും ഭാരത്തിലായിരിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധനയിൽ കേട്ടതുപോലെ യേശുപ്പച്ചൻ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിലൊന്ന് ഉറക്കി ദൈവമക്കളെ. ഇതിന് ആദ്യം തന്നെ അതിലൊന്ന് ഉറച്ച് നമുക്ക് മുമ്പോട്ട് വരാം. എന്നിട്ട് താഴോട്ട് വരുന്നു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രോസ് അവനോട്, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, അവൻ്റെ പക്കൽ 5 അവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതേ ഭാഗം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആമേൻ, സ്തോത്രം. നമുക്ക് ഈ കാര്യം അറിയാമല്ലേ? ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും ആരുടെ കൊടുത്തു? കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. യേശുപ്പച്ചൻ എന്താ അതിനെ ചെയ്തത്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിവിടെ വായിക്കുന്നത് ദൈവം അതിനെ എടുത്ത് വാഴ്ത്തി കൊടുത്തു എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിനെ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയാമോ? യേശു അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് അനുഗ്രഹിച്ചിട്ട് നുറുക്കുകയോ. ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നേ? എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ യേശു കർത്താവിന് വേണ്ടി കൊടുത്തു അല്ലേ? കർത്താവേ എന്ന് പറഞ്ഞ ആ ബാലൻ ചെയ്തതുപോലെ അതൊരു അടയാളമാണ് കേട്ടോ. അതിൻ്റെ സ്പിരിച്വൽ മീനിങ് അതിനകത്ത്. ആ ബാലൻ ചെയ്തതുപോലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് താൻ കൊടുത്തു. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നേ? നമ്മുടെ ഓൾ ബീയിങ്ങിനെ യേശുപ്പച്ച, നമ്മൾ നേരത്തെ പാടിയതുപോലെ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്നും പറഞ്ഞ് നമ്മളെ അങ്ങ് സമർപ്പിക്കുമായിരുന്നു അല്ലേ? പിന്നെന്തോ ചെയ്ത്? പിന്നെ ദൈവം നമ്മളെ ബ്ലസ് ചെയ്ത് എന്ത് വെച്ചിട്ടാ? ഈ ഭൗതിക നന്മകൾ തന്നിട്ടാണോ ബ്ലസ് ചെയ്തേ? അല്ല, പരിശുദ്ധാത്മാവിനെ തന്നല്ലേ? ആമേൻ. ദൈവമായ പരിശുദ്ധനായ ദൈവം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നൊരു അനുഗ്രഹം ഉണ്ടല്ലേ? ആമേൻ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നതാണ് അനുഗ്രഹം. ആമേൻ. ആ അനുഗ്രഹത്തിന് ശേഷം എന്തു ചെയ്ത? പിന്നെ യേശു അതിനെ മുറിച്ചു. ആമേൻ, നുറുക്കി. പ്രൈസ് ദി ലോർഡ്. ഈ ജീവിതത്തിൽ ദൈവം നമ്മളെ നുറുക്കും കർത്താവേ. ഒരു ബ്രോക്കൺനെസ് എപ്പോഴും ഉണ്ട് ദൈവമക്കളെ. ആ ബ്രോക്കൺനെസ്സിൻ്റെ ചിലവർക്ക് കുറച്ച് നാളത്തേക്കായിരിക്കാം, പക്ഷെ ചിലവർക്ക് ഒത്തിരി നാള് ദൈവം അതിലൂടെ കടത്തിക്കൊണ്ട് പോകും. അന്നേരം ഓർത്തോണം, എന്തിനാ അത് ബ്രോക്കൺനെസ് ചെയ്ത്? കർത്താവ് അപ്പം നുറുക്കിയിട്ട് എന്തോ ചെയ്തേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലേ? അത് അനേകർ ഭക്ഷിച്ചിട്ട് എന്തു ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഒരു ദൂതും കൂടെ പറയട്ടെ. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം, നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഞാൻ കടന്നു പോകുന്ന ആ ബ്രോക്കൺനെസ് എന്തിനാണെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല ആ ബ്രോക്കൺനെസ്സിലൂടെ ഞാൻ എന്തിനാണ് കടന്നു പോകുന്നതെന്ന്. പക്ഷെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ഈ ബ്രോക്കൺനെസ് കാരണമാകും. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? ഉറയ്ക്ക്. ആമേൻ. യേശു കർത്താവ് ആ അപ്പം നുറുക്കിയതുപോലെ പ്രൈസ് ദി ലോർഡ് എന്നെ ഒന്ന് നുറുക്കും. കാരണം എന്നെ അനുഗ്രഹിച്ചൊരു സാധനം മേളിലുണ്ട്. ഏതാ? പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. അനുഗ്രഹിച്ചിട്ട് ദൈവം നുറുക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അനന്തരഫലം എന്തുവാ? അവർ തിന്ന് തൃപ്തരായി. പ്രൈസ് ദി ലോർഡ്. ഇന്നും കർത്താവ്, നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ എന്തോ വായിക്കുന്നേ? 1 കൊരിന്ത്യ ലേഖനം 1:5-6 എന്ത് വായിക്കുന്നു? വായിച്ചട്ടെ. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും 1 കൊരിന്ത്യ ലേഖനം 1:5-6. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ആശ്വാസങ്ങളും എന്നിൽ പെരുകുന്നു. ആമേൻ. എന്നിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കൂടുന്തോറും എന്തോ സംഭവിക്കുന്നേ? നിങ്ങളുടെ ആശ്വാസത്തിന്
കാരണമാകും. ഇപ്പം ഞാൻ ആ ബ്രോക്കൺനെസ്സിൻ്റെ ഭാഗത്തിനെ ഒന്ന് തൊട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ആ അപ്പത്തെ നുറുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നുറുക്കുന്നത്. നമ്മൾ ആ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന എന്തിനാ? നിങ്ങളുടെ ആശ്വാസത്തിന്. കുറച്ച് നാൾ കഴിയുമ്പം, നമ്മളിപ്പോൾ അറിയത്തില്ലായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പം നമ്മൾ കടന്നു പോകുന്ന അതേ കഷ്ടത്തിലുള്ള ഒരാളെ കാണുമ്പോൾ നമുക്കിത് പറയാൻ പറ്റും. പക്ഷെ അത് അന്നേരം നമ്മൾ കടന്നു പോകുമ്പോൾ അറിയത്തില്ല ദൈവമക്കളെ. പിന്നീട് എത്ര അനുഭവങ്ങളുണ്ടല്ലേ, നമുക്കെല്ലാവർക്കും അനുഭവമുള്ളവരല്ലേ. പ്രൈസ്. ഇന്ന് രാവിലെ ആ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തട്ടെ. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന, അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവീൻ എന്ന് പറഞ്ഞു. 5 അവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. പ്രൈസ് ദൈവത്തിന് മഹത്വം. നമുക്കറിയാവുന്ന ഭാഗമായത്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നും നഷ്ടമായി പോകരുതെന്ന. പ്രൈസ് ലോർഡ്. എന്നിട്ട് കർത്താവ് എന്തു ചെയ്തേ? ശേഷിച്ച കഷ്ണം എത്രയാ? 12 കൊട്ട. നമുക്കറിയാം അല്ലേ ആർക്കൊക്കെ വേണ്ടിയാ 12 കൊട്ട? ആ 12 ശിഷ്യന്മാർക്ക് വേണ്ടി. അവരെന്തുവാ സത്യം പറഞ്ഞ് ചെയ്തേ? അവരെന്തു ചെയ്തു? ശിഷ്യന്മാർക്ക് ഈ 12 കൊട്ട അപ്പം, ഓരോരുത്തർക്കും ഓരോരോ കൊട്ട അപ്പം കിട്ടാൻ തക്കവണ്ണം അവരെന്താ ചെയ്തേ? അവർ കർത്താവിനെ ഒബേ ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ അവരെ വരിവരിയായിട്ട് ആ പച്ചപ്പുൽമേടിൽ ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ്. കർത്താവ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മുടെ മഹത്വം കൊണ്ടല്ല ദൈവമക്കളെ, കർത്താവ് പ്രൊവൈഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു, ഓടി, പ്രാർത്ഥിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഫിസിക്കൽ നീഡിനെ കുറിച്ചാണ് പറയുന്നത്. ഗോഡ് വിൽ പ്രൊവൈഡ്. നമ്മൾ കേട്ടിട്ടില്ലേ ഈ കഥദാസന്മാരൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ ഇല്ലേ? അവരെ നടത്തുന്ന വഴികൾ, ദാരിദ്ര്യത്തിലും അത്ഭുതകരമായി ആരൊക്കെയോ വന്ന് ഭക്ഷണം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അവരിങ്ങനെ സത്യമാണ് ദൈവമക്കൾ, ഇത് റിയാലിറ്റിയാണ്. ദൈവവചനം പറയുന്നു, ആ ശിഷ്യന്മാരും ചിന്തിച്ചു കാണും, ഞങ്ങൾക്ക് എന്തുണ്ട്? യേശു പറഞ്ഞു, നിങ്ങളെടുത്തോ. ഓരോരുത്തർക്കും ഓരോ കൊട്ട കൊടുത്തു. പക്ഷേ ഇന്ന് പകൽക്കാലം നമുക്കുള്ളൊരു എൻകറേജ്മെൻ്റ് ദൈവം നമ്മളെ നടത്തും. ഒരു ക്ലോസ് ഉണ്ട് അതിനകത്ത്. കർത്താവ് പറയുന്നത് കേൾക്കണം, ഒബേ ചെയ്യണം. അവൻ പറഞ്ഞതുപോലെ. അവർക്കെങ്ങനെ തോന്നി അല്ലേ? അവർക്കെങ്ങനെ തോന്നി? യേശുപ്പച്ചൻ്റെ വാക്ക് കേൾക്കാൻ പറ്റുമോ? ഒന്നുമില്ല. 5 അപ്പവും 2 മീനേ ഉള്ളൂ. ഒരു ബ്ലൈൻഡായിട്ട് പൊട്ടന്മാരെ പോലെ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവരെ ഇരുത്തുക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ശിഷ്യന്മാർ ചെന്ന് അവരോട് ഇരിക്കാൻ പറയുമ്പം ജനങ്ങൾ ചിലപ്പോൾ ചോദിച്ചു കാണും, എന്തിയ ഭക്ഷണം, നിങ്ങൾ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കാണും. ലജ്ജിക്കാതെ വിശ്വാസത്തോടെ ശിഷ്യന്മാർ അത് ചെയ്തു. കർത്താവ് അവർക്ക് വേണ്ടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നത് 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം നമ്മളൊന്ന് ചിന്തിക്കണം ദൈവമക്കളെ. നമുക്കറിയാവുന്ന ഭാഗം അല്ലേ? യേശു കർത്താവ് എങ്ങനെയാണ് അവിടുന്ന് പോയത്? കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്തുമായിരുന്നു? കർത്താവ് എന്തിനാ ഭൂമി വന്നേ? യേശുപ്പച്ചൻ എന്തിനാ വന്നേ? യേശുപ്പച്ചൻ പറയുന്നത് അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്തിനാ വന്നേ? സ്വർഗത്തിലെ പിതാവ് നമ്മളെ രക്ഷിക്കാൻ വന്നു. പക്ഷെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കർത്താവ് വന്നേ. അപ്പം ഇവിടെ എന്തോ നടക്കുന്നേ? ഇവിടെ ഈ ജനം അവരുടെ ഫിസിക്കൽ നീഡ്, ഒരു അടയാളം കണ്ടു, അത്ഭുതം കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇവനാണ് ഞങ്ങളെ രാജാവ്. അവരെന്തോ ചെയ്തു? അവനെ പിടിച്ച് രാജാവാക്കാൻ വന്നു. യേശുപ്പച്ചൻ എന്തോ ചെയ്തു? അവിടുന്ന് വാങ്ങിപ്പോവുക, അവിടുന്ന് അങ്ങ് ഓടിപ്പോവുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവവചനത്തിൽ ഇങ്ങനെ ഉണ്ട്, ദുർനടപ്പ് വിട്ട് ഓടിപ്പോവും. പാപം കാണുമ്പോൾ ഓടിപ്പോകണം. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ കാൽച്ചുവട് എന്താ ദൈവമക്കളെ? യേശുപ്പച്ചൻ്റെ മിനിസ്ട്രിയാണോ? യേശുപ്പച്ചനായി മരിച്ചവരെ ഉയർപ്പിച്ചതുപോലെ ഞാൻ പോയി ഉയർപ്പിക്കണോ? കർത്താവ് എനിക്ക് കൃപ തന്നാൽ കർത്താവ് പറഞ്ഞാൽ ചെയ്യും. ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് എന്നിലൂടെ ചെയ്യും, സത്യമാണ്. പക്ഷെ കർത്താവ് അവൻ്റെ പാത പിൻപറ്റാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ലൈഫാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമില്ലാത്തത്, തൻ്റെ പിതാവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ഒരു കൂട്ടം വന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അവനെ രാജാവായി വാഴണമെന്നുള്ളത്. പിതാവിൻ്റെ ഇഷ്ടം അവൻ ക്രൂശിൽ മരിക്കണമെന്നാണ്. ഇവരെന്തോ ചെയ്യുന്നത്? അവനെ രാജ. അപ്പോൾ യേശുപ്പച്ചൻ എന്തോ ചെയ്തേ? അവിടുന്ന് വാങ്ങിപ്പോയി. ഹല്ലേലൂയ. ഞാൻ പാപത്തിൻ്റെ കാര്യമല്ല പറയുന്നത്.
അടുത്തൊരു ലെവലിലേക്ക്, പ്രൈസ്, പാപത്തിനുപരിയായി ദൈവഹിതമില്ലാത്തത് സാത്താൻ കൊണ്ടുവരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അത് വിട്ടോടി പോകാനുള്ളൊരു ദൈവകൃപ. ഇതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ദൈവമക്കളെ, പക്ഷെ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ വളരണം. ദൈവഹിതമില്ലാത്തത് വരുമ്പോൾ യേശു അപ്പച്ചൻ ചെയ്തതുപോലെ വാങ്ങിപ്പോകാനുള്ളൊരു മനസ്സ് ഇന്ന് നമുക്കുണ്ടാകട്ടെ. അതെങ്ങനെ അറിയുന്നേ? നമ്മളെങ്ങനെ അറിയും? യേശു അപ്പച്ചനോട് ചേരണം, അന്നെങ്കിലേ അറിയത്തുള്ളൂ. ആ പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പാപത്തിൻ്റെ പ്രലോഭനമല്ല ഞാൻ ഈ പറയുന്നത്, ദൈവഹിതത്തിന്, ആ ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് നമ്മളെ മാറ്റുന്ന അനുഭവങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ, അന്നേരം ഓടിപ്പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ആ ഹിതം എന്തെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആ യേശു അപ്പച്ചൻ ചെയ്തതുപോലെ ആമേൻ നമ്മളെ പുകഴ്ത്താനും, നമ്മളെ അപ്രിസിയേഷൻ നല്ലതാണ് ദൈവമക്കളെ, നല്ലതാണ്. പക്ഷെ ഒരാൾ വന്ന് നമ്മളെ അങ്ങ് വല്ലാതെ അങ്ങ് പുകഴ്ത്തുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രൗഡ് മാൻ അല്ലോ, ഞാനെന്തോ സംഭവമാണെന്നൊക്കെ തോന്നും. അത് ജോലിയിലാകട്ടെ സ്പിരിച്വലി ആകട്ടെ. ആമേൻ. മാറിപ്പോകണം. യേശുപ്പച്ചൻ എന്ത് ചെയ്തെന്നറിയാമോ? യേശുപ്പച്ചൻ മാറിപ്പോയി മലയിൽ പോയി പ്രാർത്ഥിച്ചെന്നാണ് വായിക്കുന്നത്. യേശുപ്പച്ചൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പുതിയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ യേശുപ്പച്ചനെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത്, യേശുപ്പച്ചൻ ഡിസിഷനൊക്കെ എടുക്കാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ആമേൻ, വേണ്ടപ്പെട്ട ആൾ മരിച്ചപ്പം പല സന്ദർഭങ്ങളിലും ഞാൻ ആ ഭാഗത്തോട്ട് കയറുന്നില്ല, യേശുപ്പച്ചൻ തനിച്ചു പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ സമയത്തും യേശുപ്പച്ചൻ ചെയ്യണം. ഞാൻ ആ ഭാഗം നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബത്സയിദയ്ക്ക് നേരെ മുന്നോട്ടോടുവാൻ നിർബന്ധിച്ചു. ആമേൻ, സ്തോത്രം. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. ആമേൻ, സ്തോത്രം. ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ചിന്തിക്കുന്ന ആ സെയിം സിനാരിയോയാണ്. ഓക്കെ, യേശുപ്പച്ചൻ അവിടെ എന്ത് വായിച്ച? ശിഷ്യന്മാരെ ബത്സയിദയിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്നാണ് പറയുന്നത്. അപ്പൊ യേശുപ്പച്ചൻ എവിടുന്നാ ഓടി വരുന്നേ? തന്നെ പിടിച്ച് രാജാവാക്കാൻ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് എതിരെയാക്കാൻ വരുന്ന ഒരു കൂട്ടം. അതിൽ നിന്ന് യേശുപ്പച്ചൻ പിൻവാങ്ങി പോയിട്ട് എങ്ങോട്ടാ പോകുന്നേ? പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ യേശുപ്പച്ചൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ആരാ തടസ്സം? ശിഷ്യന്മാർ. യേശുപ്പച്ചൻ എന്തോ ചെയ്തേ? നിർബന്ധിച്ചവരെ മാറ്റി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 2011 ഞങ്ങൾ ഹൈദരാബാദിലായിരുന്ന സമയത്ത് ആ ചർച്ചിൽ ഞാനിതിരുന്ന് പറഞ്ഞായിരുന്നു, ഈ ഒരു മെസ്സേജ് ഞാൻ ഷെയർ ചെയ്തു. അപ്പം അന്നേരം ഞാൻ പറഞ്ഞ കാര്യം, അന്നത്തെ 1100 ആ കുഞ്ഞു ഫോണുണ്ടല്ലോ, ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, എൻ്റെ തടസ്സം ഈ ഫോണാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിർബന്ധിച്ച് മാറ്റി വെക്കണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാം, ആ ഫോണ് തന്നെയാണ് വീണ്ടും. കാരണം ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും അതിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് അത് തന്നെ തടസ്സം അല്ലേ? പ്രാർത്ഥിക്കുമ്പം മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്യുന്നവരുണ്ടേ, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറില്ല. പലപ്പോഴും മൊബൈൽ ഫോൺ ചാർജ് വെച്ചിട്ട് മാറിപ്പോയിരുന്നു ചിലപ്പോൾ പ്രാർത്ഥിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഫോൺ നമ്മുടെ കൂടെ വരും, വചനം വായിക്കുമ്പോഴും വരും. യേശുപ്പച്ചൻ എന്താ ചെയ്തേ? യേശുപ്പച്ചനോട് ക്ലോസ് ആയിരുന്ന ശിഷ്യന്മാരാ യേശുപ്പച്ചൻ ഇന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിന് തടസ്സം. യേശുപ്പച്ചൻ നിർബന്ധിച്ചു. ഒരു നിർബന്ധം നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യണം ദൈവമക്കളെ. പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ പ്രാർത്ഥനയ്ക്ക് തരി എൻ്റെ ഭാര്യയാണെന്ന്. അതുകൊണ്ടല്ലേ ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ. യാഥാർത്ഥ്യ ദൈവമക്കളെ, നമ്മൾ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവം പറയും, നിങ്ങൾ പരിജ്ഞാനത്തോടെ ഇടപെടാം. സത്യമാണ്. ഞാൻ ഇതായിട്ട് പറയല്ലേ, യാഥാർത്ഥ്യ. ദൈവവചനം ചുമ്മാ പറയുന്നില്ല, അത് പ്രാക്ടിക്കലി ആപ്ലിക്കബിളാണ്. അത് നമ്മൾ നിർബന്ധത്താൽ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നീട് മനസ്സിലായത് ആരാ? എൻ്റെ ക്ലോസായ എൻ്റെ കുഞ്ഞുങ്ങൾ. പ്രാർത്ഥിക്കാൻ വരിക്കുമ്പോഴായിരിക്കും എൻ്റെ തലേ വന്ന് കയറുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ദൈവവചനം വായിക്കാതിരിക്കുമ്പോഴല്ലേ കുഞ്ഞു കിടന്ന് കരയുന്നേ. ആമേൻ. നിങ്ങളൊക്കെ ആ പ്രോസസ്സിലൂടെ അല്ലയോ കടന്നു വരുന്നത്. ഞാൻ വേറെ ലോകത്തൊന്നും അല്ലല്ലോ. യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മളോട് ക്ലോസ് ആയിരിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം. ആമേൻ. അതുകൊണ്ട് യേശുപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ അവരെല്ലാം വിടണം. അതിൻ്റെ അർത്ഥം അവരൊന്നും വേണ്ടെന്നല്ല, അതിനെയൊക്കെ നിർബന്ധിച്ച് മാറ്റിവെക്കാനുള്ളൊരു മനസ്സ് ഇന്ന് രാവിലെ ആരോടാ പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് എന്താണോ തടസ്സം, അതെന്തും ആകട്ടെ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് മൊബൈലും എൻ്റെ റിലേഷൻഷിപ്പോ. യേശുപ്പച്ചന് ശിഷ്യന്മാരായിരുന്നു തടസ്സം.
യേശുപ്പച്ചൻ അതിനെ പറഞ്ഞ് വിട്ടു. ഇന്ന് നിങ്ങൾക്കറിയാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താ തടസ്സം. അത് മനഃപൂർവ്വമായി സമയം കണ്ടെത്തി യേശുപ്പച്ചൻ്റെ ആ മാതൃക നമുക്ക് പിൻപറ്റുവാനിടയാകട്ടെ. എന്നിട്ട് താഴോട്ട് വന്ന ശേഷം 22 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 22 മുതൽ 24 വരെ ഒന്ന് വായിച്ചാട്ടെ. പിറ്റന്നാൾ കടൽക്കര നിന്ന പുരുഷാരെ ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം നിന്ന സ്ഥലത്തിനരികെ തിബരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെയില്ല, ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർനഹൂമിലെത്തി. ആമേൻ, സ്തോത്രം. ഈ ഭാഗം നമുക്കൊന്ന് കൺഫ്യൂഷനായിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ. അവർ യേശുപ്പച്ചൻ അത്ഭുതം ചെയ്യുന്ന അടുത്ത് വന്ന് യേശുപ്പച്ചനെ തിരഞ്ഞു, കണ്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായ അപ്പുറത്തെ കരയിലുണ്ടെന്ന്. അവരെന്തു ചെയ്തു? ബോട്ട് പിടിച്ച് യേശുവിനെ അന്വേഷിച്ച് അവിടെ പോയി. അതിൻ്റെ 25 വാക്യം വായിച്ചാട്ടെ. കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടത്ര എന്നെ അന്വേഷിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇത് ആരോടാ പറയുന്നതെന്ന് അറിയാമോ? കഷ്ടപ്പെട്ട് പൈസ മുടക്കി യേശുപ്പച്ചനെ കാണാൻ വില മുടക്കി വന്ന ആൾക്കാരോടാണ് യേശുപ്പച്ചൻ പറയുന്നത്, നിങ്ങൾക്ക് എന്നെയല്ല ആവശ്യം. എന്തുവാ നിങ്ങൾക്ക് ആവശ്യം? അപ്പ. പ്രൈസ് ദി ലോർഡ്. നമ്മളോടുള്ള ചോദ്യം ഇത്. ആരാധനയ്ക്ക് വരുന്നത് ഞാൻ പറയുന്ന കൂട്ടം നിങ്ങൾ ഇപ്പം രക്ഷിക്കപ്പെട്ട് വന്ന ആരും ഇല്ലല്ലോ, അല്ലേ? വിശ്വാസത്തിൽ വന്നിട്ട് 10ഉം 15ഉം പെന്തിക്കോസുകാരുടെ മക്കളായിട്ട് ജനിച്ചവരല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ നോക്കി ഈ ആരാധനയ്ക്ക് ഇന്ന് യേശുപ്പച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. യേശുപ്പച്ചൻ നമ്മുടെ ഹൃദയത്തെ നോക്കി ഇങ്ങനെ പറയുക, നിങ്ങൾ വന്നത് നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടേ, ഞാൻ തരുന്നതാ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മൾ എവിടെയാ ദൈവമക്കളെ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ചോദിക്കണം, ഞാൻ യേശുവിനെ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്, അതോ യേശുപ്പച്ചൻ അനുഗ്രഹങ്ങളെല്ലാം തരും ദൈവമക്കളെ. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം ഉത്തരം തരും. ആമേൻ. പക്ഷേ അതാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ എന്നെയാണോ വേണ്ടത്? യേശുപ്പച്ചൻ്റെ ചോദ്യം. പക്ഷെ ഞാൻ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവമേ, ഞാനിത് വായിച്ചപ്പോൾ നമുക്കറിയാവുന്ന ഭാഗം, പക്ഷേ ഇത് വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു. ദൈവമേ, നമ്മൾ ഈ വില മുടക്കി നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞു, ആനുവൽ ലീവും എടുത്തു, ഫാസ്റ്റിംഗ് പ്രയറിന് വരുന്നു. ആമേൻ. വില മുടക്കിയിട്ടല്ലേ വരുന്നത്? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ വില മുടക്കിയിട്ട്? എന്നിട്ട് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ യേശുപ്പച്ചൻ നമ്മളോട് പറയാം, നിങ്ങൾക്ക് എന്നെ വേണ്ട, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ളത് മതി എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ. യേശുപ്പച്ചൻ അതിൻ്റെ താഴെ പറയുന്ന ഭാഗം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നൊരാഹാരം. ദൈവമക്കളെ, ഇന്ന് നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവമക്കളെ, നമ്മുടെ തലയെ കൈവച്ച് എല്ലാം പറഞ്ഞു കാണും, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതൊക്കെ കർത്താവിൻ്റെ സമയത്ത് തരുമെന്നേ. കർത്താവിൻ്റെ സമയത്ത് അതെല്ലാം തരും. പക്ഷേ ആരാധനയ്ക്ക് വരുന്നത്, കർത്താവേ, ഞാൻ യേശുവിനെ പ്രതീക്ഷിച്ചാണ് വരുന്നേ. ആ ഒരു ബോധ്യമുണ്ടോ? നമ്മൾ വില മുടക്കി വന്നിട്ട് എൻ്റെ യേശുപ്പച്ചൻ പറയുന്നു, നിങ്ങൾക്ക് എന്നെ വേണ്ട. പലപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജഡത്തിൽ അങ്ങനെ വരും. നമ്മൾ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോഴും രോഗത്തിലും വിഷമത്തിലും ഒക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുമെന്നേ. നമ്മളത് ആഗ്രഹിക്കുമെന്നേ. തീർച്ചയായിട്ടും ദൈവം ആ വിടുതലൊക്കെ തരും. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശുപ്പച്ചനോടുള്ളൊരാഗ്രഹം, അത് തേടിയാണോ വരുന്നത്? ഞാനിത് ചിന്തിച്ചു പെട്ടെന്നൊരു കാര്യം വന്നു. നമ്മൾ ഈ ചർച്ച് ബിൽഡിങ്ങിന് വേണ്ടി ദൈവാത്മാവ് ഇടപെട്ടതാ. നമ്മൾ ചർച്ച് ബിൽഡിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ദൈവം എന്തിനാ നമുക്ക് ഈ ബിൽഡിങ് തരുന്നേ? നമ്മുടെ ഭൗതിക നന്മകൾ നിവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്കൊരാലയം തരണോ? നോ. യേശുപ്പച്ചനെ അന്വേഷിച്ചു പോകുന്നൊരു കൂട്ടത്തെ കാണുമ്പോൾ ഉണ്ടല്ലോ, കർത്താവ് മനസ്സലിയുന്ന ദൈവമാണ്. ദൈവമക്കളെ, ഞാൻ പറയുക, വളരെ ശക്തമായിട്ട് പറയുക, ഞാനിത് പറഞ്ഞത് നിങ്ങളെന്നോട് പിണങ്ങരുത്. സ്വർഗത്തിൽ ദൈവം നമ്മളെ നോക്കി കാണും, ദൈവം തരും. എപ്പോഴാണെന്നറിയാമോ? യേശുപ്പച്ചനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറണം. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയണം, യേശുപ്പാ, ഞങ്ങൾക്ക് യേശുപ്പച്ചനെ വേണം, അതിന് ഞങ്ങൾക്ക് ഒരെണ്ണം തരണം. അത് കർത്താവ് കാണണം, നമ്മൾ പറയുന്നതിലല്ല.
നമ്മുടെ വരുന്ന ആരാധനകളിൽ, മീറ്റിങ്ങുകളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ ഭൗതികമായ അപ്പത്തെക്കാട്ടിലുപരി യേശു അപ്പച്ചനെ പ്രാപിക്കാനുള്ളൊരു ദാഹം. യേശു പിന്നീട് താഴോട്ട് വരുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തോട്ട് കയറും. എനിക്ക് അവനെ തിന്നാൽ നമ്മൾ വിശക്കത്തില്ല, ദാഹിക്കത്തില്ലെന്നാണ് പറയുന്നത്. ആ ഒരു ദാഹത്തോടെ വരുമെങ്കിലുണ്ടല്ലോ ദൈവമക്കളെ, കർത്താവ് നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ചർച്ച് ബിൽഡിങ്ങിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നതാ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കട്ടെ. കർത്താവ് അത് കാണുമ്പോൾ ദൈവം മനസ്സറിഞ്ഞ് എന്നെ അന്വേഷിക്കുന്ന ഒരു കൂട്ടത്തിന് ഇത് കൊടുക്കാൻ ഞാൻ എന്തിനാ താമസിക്കുന്നത്? ദൈവം തരുമെന്ന് ദൈവമക്കളെ. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇത്ര വർഷമായി യേശോപ്പാ, കർത്താവ് വിടുതലൊക്കെ തരും, പക്ഷേ എനിക്കതിനേക്കാട്ടിലുപരി അങ്ങേ വേണമെന്നുള്ള വലിയൊരു ബോധ്യത്തോടെ നമുക്ക് മുന്നേറാൻ. പ്രൈസ് ദി ലോർഡ്. എന്താ താഴോട്ട് വായിച്ച് നമ്മൾ താഴോട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തികൾ എന്തെന്ന് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി അയച്ചവനിൽ വിശ്വസിക്കുന്നവൻ അത്രേ എന്ന് പറയുന്നു. 31 വാക്യത്തിൽ നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവായ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പത്തൻ. അതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് 35 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിനെ ആഗ്രഹിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. എന്നിട്ട് പറയുന്നു, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അടുത്ത 37, 38, 39. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്തു പറഞ്ഞേ? പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശു കർത്താവിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് വന്നേ? പിതാവ് നമ്മളെ യേശു അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്നത് നമ്മുടെ മെറിറ്റ് കൊണ്ടാണോ ദൈവമക്കളെ? അല്ല. യേശു അപ്പച്ചൻ, പിതാവായ ദൈവം നമ്മളെ യേശു അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മളവിടെ പോയത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് എന്തു പറയുന്നേ? ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ദൈവമക്കളെ, ഇവിടെ ഒന്ന് നിൽക്കുക. ഞാൻ കർത്താവിൻ്റെ ആ ഹൃദയം കണ്ടോ? നമ്മൾ പിതാവ് പറഞ്ഞിട്ട് നമ്മൾ യേശുപ്പച്ചൻ്റെ അടുത്ത് വന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം, യേശുപ്പച്ചൻ്റെ ഇഷ്ടം എന്തെന്നറിയാമോ? നമ്മൾ ആരും നഷ്ടമായി പോകരുത്. നമ്മൾ കർത്താവിൻ്റെ നിർമ്മല കന്യകയായി, അല്ലേ? നമ്മളെ ദൈവത്തിന് മുമ്പിൽ നിർത്തും. ആമേൻ. പിതാവിൻ്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കുമെന്ന് യേശുപ്പച്ചൻ പറഞ്ഞു, അല്ലേ? നമ്മളാരും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ നേരത്തെ വായിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, 6-ാം അധ്യായത്തിനകത്ത് എന്തു പറയുന്നേ? അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോടാ പറഞ്ഞേ. നഷ്ടമായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കതിൻ്റെ വ്യാഖ്യാനം ഒന്നും അറിയില്ല, ശരി, പക്ഷേ ഇങ്ങനൊരു ചിന്ത ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരോടാ പറഞ്ഞേ അത് നഷ്ടമായി പോകരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ എന്തുവാ? ഇത് നഷ്ടമായി പോകാതെ നിങ്ങൾ പറക്കി എന്തോ ചെയ്യണം? കൊട്ടയിൽ. എല്ലാവരും ഉണ്ടല്ലോ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ നഷ്ടമായി പോകാതെ ഇതെല്ലാം പറക്കി കൊട്ടയിൽ വെക്കണം. ഇവിടെ എന്താ യേശുപ്പച്ചൻ പറയുന്നേ? ആരും, എൻ്റെ അടുത്ത് വന്നവരാരും നഷ്ടമായി പോകരുത്. കർത്താവിൻ്റെ വലിയ ഹൃദയം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവമേ, ഇത് പറയണോ വേണ്ടായോ? ഞാനൊരു വേദഭാഗം, എഫേസ്യ ലേഖനം, പാസ്റ്റർ വ്യാഴാഴ്ച രാത്രിയിൽ ഈ ഭാഗം തൊട്ടു, ഈ വാക്യം അതുപോലെ വായിച്ചു. ഇത് നമുക്കുള്ള ദൂത. ദൈവമക്കളെ, ഏറ്റെടുത്തോണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ആമേൻ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം ഒന്ന് വായിച്ചേട്ടെ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ.
Be kind and compassionate to each other, forgiving each other, just as in Christ forgave you. ആമേൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പിൻ, ദയയുള്ളവരായിരിപ്പിൻ. ബി കൈൻഡ് ടു വൺ അനദർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വന്നേക്കുന്നത്, ഞാനത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചേക്കുക. ഹല്ലേലൂയ. എൻ്റെ കൂട്ടു സഹോദരനെ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചേക്കുന്നത്? എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചേക്കുന്നത്. അവൻ നഷ്ടമായി പോകരുതെന്ന കർത്താവിൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരും ദൈവമക്കളെ. നമുക്ക് വായിൽ ചിലപ്പം വീഴ്ചകൾ വരും. നമ്മൾ മനുഷ്യരല്ലേ. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു, അവനത് അഡ്മിറ്റ് ചെയ്തു അല്ലേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. നമുക്ക് ക്ഷമിക്കാൻ തയ്യാറാണോ പരസ്പരം? എനിക്ക് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ, നിങ്ങൾ ക്ഷമിക്കണം പരസ്പരം. അവൻ ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും വീണിട്ടുണ്ട്. നമുക്കെന്താ ക്ഷമിക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? നമ്മൾ നമ്മളെ തന്നെ കാണുന്നില്ല. അതുകൊണ്ട് യേശുപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ യേശു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ലുക്ക് അറ്റ് യുവർ സെൽഫ്. ഞാൻ എന്നെ തന്നെ ഒന്ന് കണ്ടാൽ എൻ്റെ കൂട്ടു സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുമോ? കർത്താവേ, ഇത്ര ദോഷമുള്ള എന്നോട് അങ്ങ് ക്ഷമിച്ചല്ലോ. അമ്മ, ഞാൻ എത്ര ദോഷം എൻ്റെ വായിൽ നിന്ന് അരുതാത്തത് വീണു, എന്നിട്ടും യേശുപ്പച്ചൻ എന്നോട് ക്ഷമിച്ചല്ലോ. എനിക്ക് എന്തുകൊണ്ട് എൻ്റെ കൂട്ടു സഹോദരനോട് ക്ഷമിച്ചില്ല? ചിലർ ഈ വാക്കുകളുടെ പുറത്തങ്ങ് പോവുക, ഒരു സഹിഷ്ണുതയില്ല ദൈവമക്കളെ. യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം അവസാനത്തെ അധ്യായം, 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം 19-20 ഒന്ന് വായിച്ചാൽ. നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ആമേൻ. സ്തോത്രം. നിങ്ങളിൽ ഒരുവൻ തെറ്റിപ്പോയാൽ അവനെ ടേൺ ചെയ്ത് കർത്താവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുന്ന? അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നെന്നാണ് പറയുന്നത്. എൻ്റെ കൂട്ടു സഹോദരനിലൊരു കുറവ് നമ്മൾ കണ്ടാൽ അവനൊന്ന് കറക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ്. പക്ഷേ വേറെ കാര്യമുണ്ട്, കറക്റ്റ് ചെയ്യപ്പെടുന്നവനൊരു മനസ്സ് വേണം. കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ, സഹോദര ഇതല്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനൊരു മനസ്സ് വേണം. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. അതോ നമ്മൾ അവൻ്റെ കുറവിനെ നമ്മൾ ഗോസിപ്പ് പറഞ്ഞ് നമ്മൾ ഫ്യൂൽ ചെയ്യുകയാണോ? അതാണോ? അതോ നമ്മൾ അവനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഞാൻ പറയുന്നത്, നമ്മുടെ പുറകിൽ, നമ്മുടെ സഭയ്ക്ക് പുറത്ത് നശിച്ചു പോകുന്നൊരു കൂട്ടമുണ്ട്. ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിനെ അറിഞ്ഞ് നമ്മുടെ കൂടെ കത്രിമേശ എടുത്തൊരാൾ കർത്താവിൽ നിന്ന് മാറിപ്പോയാൽ അവൻ നഷ്ടമായി പോകുമോ? യേശുപ്പച്ചൻ പറയുന്ന അവൻ നഷ്ടമായി പോകത്തില്ലെന്ന്. അവനെ ചേർക്കാനുള്ളൊരു മനസ്സ്, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ ദൈവമക്കളെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണെന്നല്ലേ, ഒത്തിരി നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ വന്നൊരു ഫാമിലി ഇവിടുന്ന് പോയി, ഈ സഭയിൽ നിന്ന് പോയി. അപ്പം ഞാൻ വേറെ ആളോട് ചോദിച്ചാൽ അവർ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അപ്പം അവൻ പറഞ്ഞ് അവരെങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന്. ഇപ്പോൾ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, വീട്ടിൽ തന്നെ. ഞാൻ പറഞ്ഞു, ദൈവം, ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ദൈവമേ, എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കൂടെ കത്രിമേശ എടുത്തൊരാളല്ലേ നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ സ്പിരിറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? നമ്മുടെ കൂടിരുന്ന കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ ലാസ്റ്റിൽ അത് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെയുള്ളൊരു മനുഷ്യൻ, ആമേൻ, എൻ്റെ കൂടെ അപ്പം പങ്കിട്ടൊരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ആ ഒരു ബേർഡൻ ഉണ്ടോ ദൈവമക്കളെ? ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അതിനെ പറക്കി കൊട്ടയിൽ വെക്കാൻ എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ പ്രാർത്ഥിക്കണം. യേശുപ്പച്ചൻ പറയുന്ന അവനങ്ങ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അവനെ സാത്താൻ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന എന്തിനാ? അവൻ മാനസാന്തരപ്പെട്ടൊന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. എന്നേക്കും അവൻ നിത്യാഗ്നിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ദൈവമക്കളെ. നമ്മുടെ ക്രൈ അതിന് വേണ്ടിയിട്ടാകട്ടെ. ഞാൻ പുറത്തുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, ഇതിനകത്ത് അത് ഫിസിക്കലി ഇവിടെ വന്നിരുന്നിട്ട് യേശുവുമായിട്ട് ബന്ധമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ വന്നിരുന്നിട്ടും, ആരാധനയ്ക്ക് വന്നിരുന്നിട്ടും യേശുവപ്പച്ചനുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും, കത്രിമേശ എടുക്കാൻ കഴിയാതെ മാറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള എൻ്റെ നിലപാടെന്താ? ആമേൻ. അവരെ എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ ദൈവമക്കളെ? അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കരയാൻ, നഷ്ടപ്പെട്ടു പോകരുത്. ദൈവാത്മാവ് ഞാനിത് പറയണോ വേണ്ടായോ, ഇതൊക്കെ ചിന്തിക്കണം, ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബി കൈൻഡ് വൺ അനദർ. പരസ്പരം ക്ഷമിപ്പാനുള്ളൊരു മനസ്സ്
ഇത് നമ്മളോടുള്ള ദൂത ദൈവമക്കളെ. ഞാൻ വ്യാഴാഴ്ച പാസ്റ്റർ ഭാഗം വായിച്ചില്ലേ ഫിസിലേഖനം. അപ്പോഴേ എൻ്റെ മനസ്സിൽ കത്തുക, ദൈവം ഇതാണല്ലോ ഞാൻ രാവിലെ ചിന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് ആ സഹോദരൻ എന്നോട് അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാവിലെ യേശുപ്പച്ചനോട് പറ, കർത്താവേ ഞാൻ ക്ഷമിച്ചു, കാരണം അങ്ങ് എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുമെന്ന് പറയാൻ ആ ഒരു ദയ നമ്മൾ പരസ്പരം കാണിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മാതൃക അതാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വയം മാറിയിട്ട് കർത്താവിനെ ഫോളോ ചെയ്യുവാൻ ഇടയാകട്ടെ. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിച്ച് വരുമ്പം 45-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 44-45 ഇങ്ങനെ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും. ദൈവമക്കളെ, ഈ ഭാഗം ചിന്തിച്ചപ്പോഴേ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ മിഡിൽ ഈസ്റ്റിലും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലവർക്കൊക്കെ കർത്താവ് പ്രത്യക്ഷപ്പെടും. ആമേൻ. യേശുപ്പച്ചൻ അവരെ പിതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം അത്ഭുതകരം. നമ്മൾ കേട്ടില്ലേ ആ ഇവാഞ്ചലിസ്റ്റ്, ആ മിഷണറിമാരുടെയൊക്കെ സാക്ഷ്യം കണ്ടിട്ടില്ലേ നമ്മൾ? ഇതൊരു അത്ഭുതകരമായ സത്യം ദൈവമക്കളെ. നമ്മൾ ഈ പെന്തക്കോസിൻ്റെ ചട്ടക്കൂടിൽ നിന്നൊന്ന് മാറണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഫ്രിക്കക്കാരി, ഒരു നേഴ്സ് 2 ആഴ്ച മുമ്പ് സംസാരിച്ചു. ഞാൻ വിചാരിച്ചു ആ പുള്ളിക്കാരത്തിയായിട്ട് സംസാരിച്ചപ്പോഴേ ഞാൻ മനസ്സിലായി എന്തൊരു ദൈവിക വെളിപ്പാടാണെന്ന്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളെന്ന്. നമ്മളെക്കാട്ടിലും വലിയ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നൊരു കൂട്ടമുണ്ട്. നമ്മളിത് ഗ്ലോബലായിട്ട് ഇതിനെ ഒന്ന് കാണുക. നമ്മൾ മാത്രമല്ല, ദൈവം അവിടങ്ങളിൽ ദൈവം ഓരോരുത്തരെ, പിതാവ് അനേകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ആ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. ഞാനങ്ങ് വളരെ സന്തോഷിച്ചു അവരോട്. ഞാനങ്ങ് ചെറുതായതുപോലെ തോന്നി. ഞാൻ വലിയ കാര്യത്തെ എന്തുകൊണ്ട് പറയാൻ വന്നപ്പോൾ പുള്ളിക്കാരത്തി അതിലും വലുത് എന്നോട് പറയുന്നു, നമ്മൾ കേൾക്കാത്തത്. ഞാൻ വെച്ചാൽ ദൈവമേ, എങ്ങനെയാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നേ? നമ്മൾ വിചാരിച്ച് പെന്തിക്കോസ് നമ്മൾ മാത്രം, ഈ മലയാളി സമൂഹത്തിൻ്റെ ഒരു പന്ന സ്വഭാവം ഇത്, നമ്മൾ മാത്രമേ ഉള്ളൂ നല്ലത്, വേറെ എല്ലാവരും അങ്ങനെയൊന്നും അല്ല ദൈവമക്കളെ. ദൈവം ഗ്ലോബലായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വന്നിട്ട് അതിൻ്റെ 47-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് എന്തു പറഞ്ഞേ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഇത് കേട്ടപ്പോൾ യഹൂദന്മാരെന്തു പറഞ്ഞേ? ആകെ യഹൂദന്മാർ, നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം യഹൂദന്മാരെന്തോ ആയി? ഒഫൻഡഡായി. എല്ലാവരും കോട്ടുപോയിടുക ദൈവമക്കളെ. സ്തോത്രം. സാരമില്ല, നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, കുഴപ്പമില്ല. പക്ഷേ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തിനാ വന്നേ? യേശുപ്പച്ചനെ കാണാനാണെങ്കിൽ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, ഞാനിത് പറയുമ്പം ഞാനും ഇടയ്ക്ക് ഉറങ്ങിപ്പോകാറുണ്ട് കേട്ടോ. ഞാൻ പരീക്ഷനാവുമല്ല, നിങ്ങൾ ക്ഷമിക്കുക. സ്തോത്രം. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇത് കേട്ടപ്പോൾ യഹൂദന്മാരെന്ത് പറഞ്ഞേ? ഇതെങ്ങനെ സാധിക്കും? ഈ മാംസം തിന്നാൻ പറ്റുമോ? ആമേൻ. ലിറ്ററലി അവരങ്ങ് എടുത്തു. അതിൻ്റെ ആത്മീയ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. യേശുപ്പച്ചന് മനസ്സിലായി. യേശുപ്പച്ചൻ അവരെ എന്തു ചെയ്യുക? അവരെ സ്റ്റെയറപ്പ് ചെയ്യുകയെന്ന് മനസ്സിലായി. അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്ന് യേശുപ്പച്ചന് മനസ്സിലായി. എന്നിട്ടും യേശുപ്പച്ചൻ താഴോട്ട് വരുമ്പോൾ പിന്നെ അങ്ങ് പച്ചയായിട്ട് പറയുക. പിന്നീട് എന്തു പറയുന്നത്? യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ്റെ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാനിത് വായിച്ചതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായോ? ഒഫൻഡഡ് ആയി നിൽക്കുന്ന, സ്റ്റെയറപ്പ് ചെയ്തിരിക്കുന്ന യഹൂദന്മാരെ വീണ്ടും യേശുവപ്പച്ചൻ ഇറിറ്റേറ്റ് ചെയ്യുക. യേശുവപ്പച്ചൻ പച്ചയായിട്ട് പറയുക, നിങ്ങൾ ഈ മാംസം തിന്നണം. വളരെ കഠിനമായിരുന്നു യേശുവപ്പച്ചൻ്റെ. അവർക്കത് മനസ്സിലായില്ല. അവരതിൻ്റെ ലിറ്ററൽ മീനിങ് എടുത്തു. എന്താ അതിൻ്റെ അർത്ഥം ദൈവമക്കളെ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ പാടിയത് പാട്ട്, അത് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. യേശുവപ്പച്ചൻ നമ്മൾ അപ്പം കഴിക്കുമ്പം, നേരത്തെ അവർ കഴിച്ചൊരു അപ്പം ഉണ്ടല്ലോ, അപ്പം കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ, എൻ്റെ രക്തത്തിൽ അത് ലയിച്ചതുപോലെ യേശുവപ്പച്ചനെ ഞാൻ തിന്നണം. യേശുവപ്പച്ചൻ്റെ വചനം എൻ്റെ ശരീരത്തിനകത്ത് ജീവനായി നിന്നിലെങ്കിൽ ഞാനങ്ങ് എന്തോ ചെയ്യട്ടെ, ചേരട്ടെ. അതാ അതിൻ്റെ അർത്ഥം. ആമേൻ. അവിടെ എന്ത് സംഭവിക്കുന്നു? ഞാൻ മരിക്കുക, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മരിപ്പിക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലായോ ദൈവമക്കളെ? ആ മാംസം യേശു താഴെ വായിക്കുന്നുണ്ടത്. ആകയാൽ അതിൻ്റെ 63 ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആമേ. ആ വചനമാണ്, ആ യേശുവാണ് എന്നിൽ ജീവനായി, എൻ്റെ ഓൾ ബീയിങ് ആയി, എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ ജഡത്തിനകത്ത്, എൻ്റെ ദേഹിയിലും ആത്മാവിലും. ആമേൻ. ഒരാളത്തും ആ യേശുവപ്പച്ചൻ വസിക്കട്ടെ. അതാ അതിനെ തിന്നുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അത് ജീവനായി എൻ്റെ ഉള്ളിൽ, ആ വചനം യേശുവപ്പച്ചൻ എന്നിൽ വസിക്കട്ടെ. നമ്മൾ പാടിയ പാട്ട്, നിന്നോടൻ ദൈവമേ ഞാൻ അങ്ങ് ചേരട്ടെ, അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഇതാ എൻ്റെ അർത്ഥം. എൻ്റെ സിരകളിൽ, എൻ്റെ ദേഹിയിൽ, എൻ്റെ ആത്മാവിൽ എല്ലാം യേശുവപ്പച്ചനാ. എൻ്റെ ഇഷ്ടമില്ല, പിതാവിൻ്റെ ഇഷ്ടം മാത്രം. അതാ ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് താഴെ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തോ സംഭവിച്ചേ? അന്ന് മുതൽ, അതിൻ്റെ 66 വാക്യം, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും വാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് കഠിനവാക്കാം. ഞാൻ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാനായിരുന്നു മെസ്സേജ് കൊടുത്തത്. ആ മെസ്സേജ് കഴിഞ്ഞപ്പം കൃതദാസൻ ഈ ഭാഗം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞേ, ആ മെസ്സേജിൻ്റെ ആദ്യം മുതൽ ഉണ്ടായിരുന്നവർ പലരും ലെഫ്റ്റായിപ്പോയി. ഇത് കഠിനവാക്ക ആർക്ക്? ഇപ്പം ഞാൻ അന്നേരം ഇത് ചിന്തിച്ച, ദൈവമേ, ഈ ഭാഗത്ത് ഇതിൻ്റെ ആരംഭത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 5000 പേരല്ലേ? 5000 പുരുഷന്മാരുണ്ട്. ഇപ്പം എത്ര പേരുണ്ട്? 12 പേര്. ഇത് കഠിനവാക്ക ദൈവമക്കളെ. ആ ഉണ്ടായിരുന്നവരെല്ലാം പോയി, ബാക്കിയുള്ളത് 12 പേരാ. അവരോട് യേശുവപ്പച്ചൻ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്ന്. അവൻ ദൈവവചനം ഇതാ മക്കളെ, ദൈവവചനത്തിനകത്ത് കോംപ്രമൈസ് ഇല്ല. യേശുവപ്പച്ചന്, നമ്മൾ എത്ര യേശുവപ്പച്ചനോട് അടുത്ത ശിഷ്യനാണെങ്കിലും യേശുവപ്പച്ചന് എന്നോട് പറയാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിനക്കും പോകണോ? നിനക്ക് എന്നെ വേണോ, ഞാൻ തരുന്നത് വേണോ? അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. ശിഷ്യന്മാർ അപ്പം പത്രോസ് എന്തു പറഞ്ഞേ? നിന്റെ വായിൽ എന്തോ നിത്യജീവൻ്റെ മൊഴികളുണ്ട്. എന്നിട്ട് അവരെവിടെ പോയി? അവസാനം അവർ മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് യേശുവപ്പച്ചൻ അവരെ തേടി അവിടെ കടൽക്കരയിൽ നമുക്കറിയാമല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിൻ്റെ മെസ്സേജിൻ്റെ ആകത്തുകയുള്ളൂ. ഇത് ഇച്ചിരി ഷാർപ്പാ. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒക്കെ സത്യമാണ്. പക്ഷെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ട് ദൈവമക്കളെ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ അവിടെ ഞാൻ മരിക്കണം. അത് പെയിൻഫുള്ളാണ്, അത് വേദനയാണ്, അത് കഠിനവാക്കാണ് പലപ്പോഴും. ആ ബ്രോക്കൺനെസ്സിൻ്റെ പ്രോസസ്സ് കഠിനമുള്ളതാണ്. പ്രൈസോ. അതിനകത്തൂടെ കയറുമ്പോൾ ഞാൻ അതിനകത്ത് വല്ലാതെ ചിന്തിച്ചു, യേശുവപ്പച്ചൻ എന്താ ഈ പറയുന്നേ? ആകെ 12 പേരേ ഉള്ളൂ, അവരോടാ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം? യേശുവപ്പച്ചൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇപ്പം ഞാൻ ഈ പറയുന്നത്, ഞാൻ എന്നോടും കൂടെ ദൈവമക്കളെ പറയുന്നത്, നമ്മൾ ഒന്നിച്ചാണ് ഇത് ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് യേശുവിനെ വേണോ? യേശു അപ്പച്ചനിൽ നിന്ന് തരുന്ന ഈ ഭൂമിയിലെ നന്മകളൊക്കെ മേടിച്ചോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അൾട്ടിമേറ്റ് എയിം നിന്നോട് ചേരാനാണോ, യേശു അപ്പച്ചനോട് ചേരാനാണോ? നമ്മൾ പാടിയ പാട്ട് ഈ മെസ്സേജിൽ അർത്ഥവത്തായി തീരണം മക്കളെ. ആ ജീവനായി നമ്മൾ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു അപ്പച്ചൻ ഇപ്പോൾ ആ കർത്താവിൻ്റെ മനസ്സ് കണ്ടോ ദൈവമക്കളെ? ആ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയിട്ടും അവസാനം അവർക്ക് വേണ്ടി കർത്താവ് കാത്തിരുന്നു. ഇന്ന് ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് നിർത്താൻ പോവാ. എനിക്ക് പറയാനുള്ള ഒറ്റ ചിന്തയുള്ളൂ, ആരെങ്കിലും കർത്താവിൽ നിന്ന് മാറിയിരിക്കുകയാണെങ്കിൽ കം ബാക്ക്, മടങ്ങി വരണം. യേശു അപ്പച്ചങ്കിലേക്ക് അടുത്തു വരണം. നമുക്ക് വേണ്ടി ജീവൻ തരാൻ, നമ്മളെ അടുപ്പിക്കാൻ കർത്താവ് ഒരുക്കുക. ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണുകളെ മടക്കിയാട്ടെ. സ്വർഗീയ പിതാവേ, അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നപ്പാ. കടന്നു വന്ന എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ മരിച്ച യേശു അപ്പച്ച, അങ്ങയുടെ ജീവൻ അങ്ങേ തിന്നാൻ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിൽ ആളത്തമായി വസിക്കണമേ അപ്പാ. അങ്ങ് ജീവനായി ഞങ്ങളിൽ വസിക്കണേ അപ്പാ. കർത്താവേ, ഞങ്ങളിൽ ആരും നഷ്ടമായി പോകരുതേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നതൊന്നും എന്തെന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ അങ്ങ് അറിയുന്നു, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കേട്ട വചനം ഞങ്ങളിൽ ജീവനായി വ്യാപരിക്കണമേ. സകല മഹത്വം യേശുവചന നാമത്തിൽ തന്നെ.